ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഐ യൂട്യൂബ് ചാനൽ. അങ്ങനെ വെൽക്കമിങ് ഒക്കെ പറഞ്ഞെങ്കിലും നമ്മൾ കട്ട പോസ്റ്റാണ് കേട്ടോ. നമ്മൾ 3 വണ്ടിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഉപ്പാടെ വണ്ടിയും ആശിയുടെ വണ്ടിയും പിന്നെ നമ്മളും. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ഇപ്പോൾ. ഹലോ ഗൈസ്, നമ്മളിവിടെ ഒരു മരുഭൂമിയിലും ഇങ്ങനെ നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യാണ് ബാക്കിയുള്ളവരെ. ഓഫ്, നല്ല വെയിലാണ്. One eternity later. അങ്ങനെ അവർ വന്നു. നമ്മളിതാ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തോട്ട് കയറിയാണ്. നമ്മളിവിടേക്ക് പോകണമെന്ന് പറഞ്ഞില്ല അല്ലേ. അങ്ങനെ നമ്മളിവിടെ എത്തി ഗൈസ്. വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു. നമുക്ക് നടക്കാം. ഹായ് ഗൈസ്. കുറച്ച് കന്നഡയുടെ പരസ്യം, കന്നഡ മോഡൽസ് ആണ് നിൽക്കുന്നത്. പപ്പാട് തുപ്പിയല്ലേ എവിടെ? നടക്കുന്നു എല്ലാരും സാധാരണ നടന്നു വരുന്നു. അപ്പം നമ്മൾ ഇത്ര ദിവസം കുട്ടികൾക്ക് എക്സാമും പിന്നെ ഭയങ്കര ചൂടും ഒക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ ഇട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങൽ ഇതുവരെ നടന്നിട്ടുണ്ടായില്ല. അപ്പോൾ ആ ഒരു പരിഭവം മാറ്റാൻ എല്ലാവരും കൂടി ഷാർജയിലുള്ള ഷാർജ ഡെസേർട്ട് പാർക്കിലോട്ട് വന്നിരിക്കുകയാണ്. അതെ, ഈ വരുന്നത് ഏതൊരു പരിപാടിക്കും ഒരു കാര്യമില്ലാണ്ട് എപ്പോഴും ലേറ്റ് ആയിട്ട് വരുന്ന 2 പേരുണ്ടല്ലോ, അതാണ് അവർ. സത്യം പറഞ്ഞാൽ ഇവിടെ UAE ചൂടൊന്നും കുറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും ഇത് കംപ്ലീറ്റ്ലി ഇൻഡോർ ആയതുകൊണ്ട് നമുക്ക് ക്ലൈമറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും നമുക്ക് ഉണ്ടാവില്ല. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ കൂട്ടത്തിൽ ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് ഒട്ടും വരാൻ താല്പര്യമില്ലാത്ത ഒരാളുണ്ട്. അതാണ് ആശി. നമുക്ക് ആശിനെ ഒന്ന് ചോറിയാം. ഹലോ ഗൈസ്, എവിടെ നോക്ക്. എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത്? പറഞ്ഞിട്ട് പോയാ മതി. അതെ, ഇങ്ങനെ വാക്ക് വിത്ത് ആശി, അതാണ് എന്റെ ടൈറ്റിൽ ഇന്നത്തെ. അത് സാരമില്ല. ഇവിടെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹിസ്റ്ററി ആൻഡ് ബൊട്ടാനിക്കൽ മ്യൂസിയം. പിന്നെ അത് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ചിൽഡ്രൻസ് ഫാം ഉണ്ട്, ഇസ്ലാമിക് ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട്, പിന്നെ അറേബ്യൻ വൈൽഡ് ലൈഫ്. അങ്ങനെയാണ്. നമ്മളിനി ഇതെല്ലാം കവർ ചെയ്യുമെന്നുള്ളതാണ് ശരിക്കും ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഉണ്ടല്ലോ, ഈ ഷാർജ ഡെസേർട്ട് പാർക്കിലോട്ട് വരാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ചെറിയൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. നമ്മൾ പണ്ട് ഇവിടെ ഏജ് കുഞ്ഞായിരുന്ന സമയത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ 1-2 ഫോട്ടോസ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ റീക്രിയേറ്റ് ചെയ്യൽ നടന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു പ്ലാൻ ഞാൻ മറന്നേ പോയി. അപ്പോൾ തൽക്കാലം ഞാൻ എടുത്തു വെച്ച ഫോട്ടോസ് ഏതൊക്കെയെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. What's that? It's a monkey. എനിക്ക് പേടിയോ? ഓക്കെ, അത് 5 വർഷം മുന്നത്തെ ഫോട്ടോ വീഡിയോ ആയിരുന്നു കേട്ടോ നമ്മളിപ്പോ കണ്ടത്. ശരി. അന്നോട് കേൾക്കണുണ്ടോ? കേൾക്കണ്ട. പണ്ട് കുറേ പഠിച്ചിട്ടുള്ള ഇൻസൈഡ് ഓഫ് എർത്ത് അതാണ് ഈ കാണുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ വീഡിയോസ് ചിലപ്പോൾ കാണുന്നവർ വിചാരിക്കും ഇവിടെ എന്താ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ വിസിറ്റേഴ്സിനെ ആരെയും കാണുന്നില്ലല്ലോ എന്ന്. ആക്ച്വലി വേറെ ആരെങ്കിലും ഉള്ള സമയത്ത് ഞാൻ വീഡിയോസ് എടുത്തിരുന്നില്ല. നമ്മൾ മാത്രമുള്ള ടൈമിലാണ് ഞാൻ വീഡിയോസ് എടുത്തിരുന്നത്. അതുകൊണ്ടാണ് വേറെ ആരും കാണാത്തത് കേട്ടോ. പുറത്ത് നല്ല കാറ്റുണ്ടെന്ന് തോന്നുന്നു. മ്യൂസിയം ഷോപ്പ് നല്ലത്. ഇവിടെ നമ്മൾ അധികം നേരം ഇങ്ങനെ കറങ്ങണത് പറഞ്ഞ് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ അത് ബ്രേക്ക് ചെയ്ത് അധികം നേരം അവിടെ കറങ്ങണത് അത്ര പന്തിയല്ല. ഏതിച്ചുണ്ട് വിളക്കര്?
കുട്ടികൾ എൻജോയ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. അല്ലോ ഒന്ന് പുറത്തിറങ്ങിയതിൻ്റെ നല്ല അർമാദിക്കലായിരുന്നു എല്ലാവരും. അങ്ങനെ ദേ അവിടെ നമുക്ക് ഉമ്മാടെ നല്ലൊരു ക്ലോസ് കിട്ടിട്ടോ. കിട്ടിയതിനുള്ള കിട്ടൽ എനിക്കിനി എന്തായാലും വേറെ കിട്ടും. അങ്ങനെ ദേ ഇതോടെ ഈ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ. ഇല്ലമ്മോ എന്താ കുട്ടികൾക്ക് ഇവിടെ ഇവർ പശുവിൻ്റെ പാല് കറക്കാനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. മറ്റാൾ പഠിച്ച എക്സ്പേർട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ. മാമി കാണണ്ട. ഇത് ചിൽഡ്രൻസ് ഫാം ആണ് കേട്ടോ. അവിടെ കിഡ്സ് ഫ്രണ്ട്ലി ആനിമൽസ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ പിള്ളേർക്ക് ഫീഡ് ചെയ്യാനും അങ്ങനെയൊക്കെ പറ്റും. അങ്ങനെ ഈ ഒരു ഏരിയ ഇതോടെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോവുകയാണ്. Bro's not even flinching. What I call the turtle. Be careful of them. Their tails are so venomous. നമുക്ക് വേഗം പോകും.
ഇത് ശരിക്കും തണുപ്പ് തള്ളുണ്ടാവും. നമ്മളെല്ലാരും തളർന്നു ഗൈസ്. അയ്യോ ഞാൻ ഇവിടുത്തെ ആരും കണ്ടില്ല. അതാ കിടക്കുന്ന അവിടെ ഹൈന അതവിടെ അതവിടെ ഉണ്ട്. I'm not a zebra. Like I was a zebra, but I'm not a zebra. I'm not. അങ്ങനെ ഇന്നത്തെ നമ്മുടെ പരിപാടി ഇതോടെ കഴിയാൻ തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് എക്സിറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതോടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം.